പിന്നെ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, ഒരു ചേച്ചിയുടെ അച്ഛന് വയ്യാത്തയാണ്, ഓർമ്മയില്ലാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പാട്ട് കേട്ടിട്ട് ചേച്ചിക്ക് ഓർമ്മ, പിന്നെ എന്നെ ഓർമ്മയുണ്ടെന്ന്, അതായത് എല്ലാവരും അച്ഛന് എല്ലാവരും മറന്നുപോയി, എന്നെ അച്ഛന് ഓർമ്മയുണ്ട്, എൻ്റെ പേര് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. സാറാണ് ഇങ്ങനെ പറഞ്ഞേ, മോക്ക് പാടാനുള്ള കഴിവുണ്ട്, അപ്പോൾ പാട്ടിന് വിടണമെന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നത്. രാക്കിളിതൻ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിരുന്നു. അപ്പോൾ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിന് വിഷമം വരുന്നുണ്ടായിരുന്നു. എനിക്ക് നന്നു പോവൂ, അങ്ങനെ പേടിയായി. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. ടോക്ക് ഫ്രെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർ സിംഗറിലെ സീസൺ 9 റണ്ണറപ്പായ അനുമോളുടെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ടോക്ക് ഫ്രെയിമിലൂടെ ചോദിച്ചറിയാം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പൊ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് ഷോസൊക്കെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വന്നൂല്ലേ? ഇപ്പോഴും നോർമൽ ലൈഫ്. ആ സമയത്ത് ഒരു വർഷത്തിന് മുന്നേ പറഞ്ഞെങ്കിൽ നമ്മൾ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കുള്ള ഒരു സമയമായിരുന്നല്ലോ. നമ്മള് ഷൂട്ടിന്റെ സമയത്ത് ഇപ്പോൾ ഓരോ മാസം അടുപ്പിച്ച് ഷെഡ്യൂൾ വരും, പാട്ട് പഠിക്കണം. ആ സമയത്ത് പിന്നെ ഗ്രൂമിങ് മെന്റേഴ്സ് പാട്ട് കറക്റ്റ് ചെയ്ത് തരും. അതൊക്കെ രസമായിരുന്നു. അതിന് എനിക്ക് അന്ന് അരവിന്ദിന്റെ അടുത്തോ ആരുടെ ചോദിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു അന്ന് നിങ്ങൾ ആരെങ്കിലൊക്കെ മിസ് ചെയ്യുന്നുണ്ടോന്ന്. അപ്പൊ പറഞ്ഞു ഇല്ല, കാരണം എല്ലാരും കൊച്ചി തന്നെ ഉണ്ട്. പിറ്റേ ദിവസം തൊട്ട് എല്ലാരും പ്രോഗ്രാമിനായാലും കാണുന്നുണ്ട്. അപ്പൊ എനിക്കല്ലോ അധികം ആൾക്കാരും കൊച്ചി തന്നെ ഉണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട് അല്ലെ? പ്രോഗ്രാം വരുമ്പോ എല്ലാരും കാണാറുണ്ട്. ഈ സ്റ്റാർ സിംഗിലേക്ക് മോൾ എങ്ങനെയാ? അതിന് മുന്നേ നേരത്തെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, സൂപ്പർ 4 എന്ന് പറഞ്ഞിട്ടൊരു. സൂപ്പർ 4 അതില് സെമി ഫൈനൽ വരെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ സിംഗറിലേക്ക് വന്നത് ഓഡിഷൻ, എങ്ങനെ നമ്മൾ പരസ്യം കണ്ടില്ലേ ടിവിയിൽ. അപ്പൊ അത് കണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സ്റ്റാർ സിംഗറിൽ. നമ്മളെപ്പോഴും എല്ലാ ഷോയ്ക്ക് പോയാലും സ്റ്റാർ സിംഗറിൽ പാടുന്ന കുട്ടിയാണോ അങ്ങനെയൊക്കെ ചോദിക്കും, കാരണം അത്രയും അറിയപ്പെടുന്ന ഒരു ഷോ ആയതുകൊണ്ട്. അപ്പൊ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓഡിഷന് വന്ന് നോക്കിയതാണ്. അപ്പൊ അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല കിട്ടുന്നൊന്നും. അങ്ങനെ പോകുന്നു. പാട്ട് അയച്ചു കൊടുത്തോ? അല്ല, ഓഡിഷനായിട്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. 3 റൗണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനങ്ങനെ വന്ന് സെലക്ട് ആയി ഇങ്ങ് പോന്നു. ഈ പാട്ട് പഠിച്ചത് എനിക്ക് തോന്നുന്നു ഏതൊരു പ്രായത്തിലാണ്? ഞാൻ 4ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ ഈ പ്രയറൊക്കെ പാടില്ലേ, അവിടെ ഒരു ബെന്നി സാർ ഉണ്ടായിരുന്നു എൻ്റെ സ്കൂളിൽ. സാറാണ് ഇങ്ങനെ പറഞ്ഞേ, മോക്ക് പാടാനുള്ള കഴിവുണ്ട്, അപ്പോൾ പാട്ടിന് വിടണമെന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നത്. അങ്ങനെയാണ് പിന്നെ കലോത്സവത്തിലൊക്കെ സ്കൂൾ യുവജനോത്സവം ഒക്കെ പാടി തുടങ്ങി. അതെ. ആൽബം സോങ്സ് എപ്പോഴാ പാടി തുടങ്ങിയത്? അതും ശരിക്കും കോളേജ് പഠിക്കുന്ന സമയത്താണോ? അല്ല, +2 ആ സമയത്തൊക്കെ പാടാറുണ്ട് കുറച്ച്. പിന്നെ ഇപ്പൊ ഡിവോഷണൽ സോങ്സും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ചെയ്യണത് എം എ മ്യൂസിക് ഫസ്റ്റ് ഇയർ ആണ് ഇപ്പൊ, മഹാരാജാസ് കോളേജ്. ഈ സ്റ്റാർ സിംഗറിലും തിരിച്ചു വന്ന സമയത്ത് അവിടുന്ന് ഒരു ബിഗ്ഗസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? അവിടുന്ന് പഠിച്ചു വന്നിട്ടുള്ള ഒരു വലിയൊരു കാര്യം? അതായത് എല്ലാം അവിടുന്നുള്ള എല്ലാ ഓരോ എക്സ്പീരിയൻസും പഠിക്കാൻ ഉള്ളതായിരുന്നു. കാരണം മെന്റേഴ്സിന്റെ അടുത്താണെങ്കിലും കണ്ടസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പോസിറ്റീവ്സ്, എനിക്കിപ്പോൾ ഏതൊക്കെ പാട്ടാണ് ഏറ്റവും കൂടുതൽ, പിന്നെ എനിക്കുണ്ടാകുന്ന നെഗറ്റീവ്സ് പാടുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൊതുവെ ഭയങ്കര സെൻസിറ്റീവ് ആണോ അതോ? സെൻസിറ്റീവ് ആണോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ചില കാര്യങ്ങൾ. സ്റ്റേജ് ഷോസ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ചെയ്തു തുടങ്ങി, കുഴപ്പമില്ലാതെ പോകുന്നു. ഇറങ്ങിയ സമയത്തുള്ള ഫസ്റ്റ് ഷോ എവിടെയായിരുന്നു? ബാംഗ്ലൂരായിരുന്നു. അരവിന്ദേട്ടൻ്റെ. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് കയറുന്നത്. ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പ് ബാംഗ്ലൂർ. അതെ.
അത് നല്ല എക്സ്പീരിയൻസ് ഓ ആയിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ടൈറ്റിൽ വിന്നറിന്റെ കൂടെ ഒക്കെ പോകുമ്പോൾ അതെ അതെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ക്രൗഡൊക്കെ, മലയാളി ക്രൗഡൊക്കെ ആ നല്ല ഓഡിയൻസ് ആയിരുന്നു. കുറേ മെലഡിയും ഫാസ്റ്റും എല്ലാം പാടി. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു. കൂടെ പാടുന്നുണ്ടായിരുന്നു അവർ. അപ്പം അത് കഴിഞ്ഞിട്ട് എബ്രോഡ് ട്രിപ്പ് അബുദാബി ആയിരുന്നു ഫസ്റ്റ് പോയത്. അത് ഞാനും വർഷയിച്ചി ഉണ്ടായിരുന്നു, പിന്നെ ബൽറാമേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഫസ്റ്റ് എബ്രോഡ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് അമ്മ ഉണ്ടായിരുന്നു അന്ന് കൂടെ. അപ്പൊ അമ്മയുടെ ഫസ്റ്റ് ഫ്ലൈറ്റിലുള്ള ഒരു യാത്രയായിരുന്നു. പിന്നെ നല്ലതായിരുന്നു ശരിക്കും. നമ്മൾ പുറത്ത് ഒരു സ്ഥലങ്ങൾ കാണാനും പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി ഇവിടെ സ്റ്റാർ സിംഗറിൽ വന്നുകൊണ്ട്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അറിയുന്ന ആൾക്കാരാണ് കൂടെ ഉള്ളത്. യാത്രയും നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എവിടേക്കാ പിന്നെ വേറെ പോയത്? GCC ഏകദേശം പോയി. പിന്നെ എല്ലാം കവർ ചെയ്തു. ആ ഏകദേശം എല്ലാം അല്ല. പിന്നെ ന്യൂസിലാൻഡ് പോയി. അങ്ങനെ ഇനി പോണെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏതാ? അങ്ങനെയില്ല, കാണാൻ ഇഷ്ടം എല്ലാവിടെ ആണെങ്കിലും. ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, സ്വിറ്റ്സർലാൻഡ് ഒക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓസ്ട്രേലിയ കാണുന്നുണ്ട്. അതിനി വേഗം അടുത്ത അവിടേക്ക് ആവട്ടെ. താങ്ക് യു. ഇപ്പൊ ഈ സ്റ്റാർ സിംഗറിൽ നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പാടാത്ത പാട്ടുകൾ, അയ്യോ ഇത് ഞാൻ പാടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതെനിക്ക് പാടണമായിരുന്നു എന്ന് തോന്നണ വല്ല പാട്ടുകൾ ഉണ്ടായിരുന്നോ? അങ്ങനെ എനിക്കിപ്പോ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോ അങ്ങനെ തോന്നും. അപ്പൊ ഇനി കുറെ പാട്ടുകൾ ശരിക്കും അതിൽ പാടാനുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടാവും. കേൾക്കുമ്പോ ഇത് പാടായിരുന്നു എന്ന് തോന്നും. ഇതിലൊന്നും ആற்றங்கரை மணலில் காலடித்தடம் பதித்தோம் யாரழித்தார் நந்தவனக்கரையில் நட்டு வைத்த செடியில் மொட்டுவிட்ட முதற் பூவை யார் பறித்தாய் காதலர் தீண்டாத பூக்களில் தேனில்லை இடைவெளி தாண்டாத என் வசம் நான் இல்லை தொடத் தொட மலர்ந்ததின்ன பூவே தொட்டவனே மறந்ததின்ன பார்வைகள் புதிது ஸ்பரிசங்கள் புதிது மழை வர பூமி மறுப்பதென்ன தொடத் தொட மலர்ந்ததின்ன பூவே சுட சுட നനയുന്നതെന്ന. അത് ആ സങ്കടപ്പം മാറി തോന്നുന്നു. ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകൾ ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ്? മെലഡിയാണ് കുറെ കേൾക്കാൻ ഇഷ്ടം. പിന്നെ അതിൽ തന്നെ വിഷമുള്ള പാട്ടുകൾ. മെലഡിയില് അല്ല, അങ്ങനെയല്ല, വിഷമുള്ള പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണ് കൂടുതൽ. ഇപ്പൊ നമ്മുടെ ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഒരു മൂഡിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അങ്ങനെ സ്റ്റാർ സിംഗറിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ട് വല്ല സോങ് ഉണ്ടായിരുന്നു? രാക്കിളിതൻ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിരുന്നു. അപ്പൊ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിന് വിഷമം വരുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്ന് പോവും അങ്ങനെ പേടിയായി. പക്ഷെ പാടി കംപ്ലീറ്റ് ചെയ്തു. എനിക്കിങ്ങനെ ഉള്ളില് വിഷമം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ടെൻഷനല്ല, ഒന്നാമത് അവിടെ നമ്മള് വയനാട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഉരുൾപൊട്ടൽ. അപ്പൊ അത് ആ സമയത്തായിരുന്നു ഈ പാട്ട് ഞാൻ പാടുന്നത്. അപ്പൊ അത് കണക്ട് ആയിട്ടാണ് തോന്നണു. പിന്നെ അതിന്റെ വരികളും ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിഷമം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ വിഷമം വരുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് പാട്ടുകളാണ് കേൾക്കാൻ ഇഷ്ടം? അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇമോഷണലി ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കുക അങ്ങനെയല്ല. മൊത്തത്തില് മെലഡി സോങ്സ് ഇങ്ങനെ കേൾക്കും. അതിൽ വിഷമമുള്ള പാട്ട് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടം. അങ്ങനെ കേൾക്കാൻ കുറച്ചുകൂടെ ഇഷ്ടം. വിഷമമുള്ള സമയത്ത് അല്ല, എല്ലാ സമയത്തും വിഷമമുള്ള പാട്ടാണ് കൂടുതൽ കേൾക്കാൻ ഇഷ്ടം. സന്തോഷമുള്ള പാട്ടിലുണ്ട് കേൾക്കാറുണ്ട്.
മെലഡിയാണ് രണ്ടും. പക്ഷെ മെലഡിയാണ് കൂടുതൽ കേൾക്കുക. വിഷമമുള്ള പാട്ടുകളോട് കുറച്ചുകൂടെ നമുക്ക് ഇനി വിഷമം മാറ്റി കുറച്ചൊരു ഹാപ്പി ആയിട്ടുള്ള പാട്ട് പറഞ്ഞു ഏതായിരിക്കും പാടുക? വിഷമുള്ള പാട്ട് മാറ്റി വെച്ചിട്ട് നാദാ നീ വരും. ഓ, ഈളം കാറ്റിൻ്റെ ഈറനണിയുമ്പോൾ എന്തേ മനം തുടിക്കാൻ, ഈളം കാറ്റിൻ്റെ ഈറനണിയുമ്പോൾ എന്തേ മനം തുടിക്കാൻ, കാണാതെ വന്നിപ്പോൾ ചാരത്തണയുകിൽ ഞാൻ എന്തു പറയാൻ, എന്തു പറഞ്ഞെടുക്കാൻ, നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ഒന്നും പറയാനില്ല. താങ്ക് യു. ഞാൻ എന്ത് പറയാന്ന് വെച്ചപ്പോ ഒന്നും പറയാനില്ല. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പറയുന്നുണ്ട് എവിടേക്കോ ഒരു ജാനകിയമ്മയുടെ ഒരു പാട്ടിൽ എവിടേക്കോ ട്രേസ് ഉണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ സിത്താര ചേച്ചിയുടെ ഒരു കമന്റ് ഞാൻ കേട്ടിരുന്നു, മിൻമിനി എവിടേക്കോ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഏതോ ഒരു കമന്റ് പറഞ്ഞിരുന്നു അങ്ങനെ. സിത്താര ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും? സിത്താര ചേച്ചിയും വിധുചേട്ടനും? വിധുചേട്ടനും നല്ല ഫ്രണ്ട്ലി ആണ് അവര്. അപ്പൊ നമുക്ക് ആ സമയത്ത് ടെൻഷൻ ഉണ്ടാവും എന്തായാലും. അപ്പൊ അത് കുറയ്ക്കാൻ ജഡ്ജസ് എല്ലാവരും നല്ലോണം നേരത്തെയും പരിചയം ഉണ്ടല്ലോ അല്ലെ? ഞാൻ വേറെ ഒരു ഷോ, അവര് സിത്താര ചേച്ചിയും വിധുചേട്ടനും ഉണ്ടായിരുന്നു ആ ഷോയിലും. അപ്പൊ ഈ ഷോ കാണുമ്പോ കുറച്ചും കൂടെ ചേഞ്ചസ് മനസ്സിലാവും അല്ലെ? ഒരു എനിക്ക് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ട്രെമൻഡസ് ഒരു ചേഞ്ചസിലൂടെയാണ് അനു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫ്യൂച്ചർ പ്ലേ ബാക്ക് സിംഗിങ്ങിലുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട് എന്നൊക്കെ ഉള്ളത് കമന്റിലൊക്കെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെറുപ്പം കോളേജിലും ഒക്കെ പാട്ട്, ഇപ്പം MA മ്യൂസിക് അല്ലേ? അതെ അതെ. ചെറുപ്പം മുതലേ കോളേജൊക്കെ പാട്ട് പാടുന്ന സമയത്ത് ഫാൻ ബേസ് കുറെ ഉണ്ടാവുമല്ലോ അല്ലെ? കുഴപ്പമില്ല. അങ്ങനെ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഫാൻ മൊമെന്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജോ എന്തെങ്കിലും ഓർത്തെടുക്കാനാണെങ്കിൽ ഏതായിരിക്കും? എല്ലാം വളരെ സ്പെഷ്യലാണ്. പിന്നെ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, ഒരു ചേച്ചിയുടെ അച്ഛന് വയ്യാത്തയാണ്, ഓർമ്മയില്ലാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പാട്ട് കേട്ടിട്ട് ചേച്ചിക്ക് ഓർമ്മ, പിന്നെ എന്നെ ഓർമ്മയുണ്ടെന്ന്. അതായത് എല്ലാവരും അച്ഛന് എല്ലാവരും മറന്നുപോയി, എന്നെ അച്ഛന് ഓർമ്മയുണ്ട്, എൻ്റെ പേര് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലായിട്ട്. അതെ അതെ, ഒരുപാട് സന്തോഷമായി കേട്ടപ്പോ. പാട്ടപ്പം എനിക്ക് അച്ഛൻ റെഗുലർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അത് ഭയങ്കര വലിയൊരു ഫാൻ. ഒത്തിരി സന്തോഷമായി. അതെ. പിന്നെ അങ്ങനെ ലെറ്റേഴ്സ് അങ്ങനെ ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും അങ്ങനെ എന്താ പറയാ, ഒരുപാട് ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞത് പോസ്റ്റാണ് ചെയ്യുക. ഇപ്പം ഇൻസ്റ്റാ സ്റ്റോറി അല്ല, മറ്റേ ടെക്സ്റ്റ് മെസ്സേജസോ അങ്ങനെയൊക്കെയല്ല. എത്രമാത്രം ആക്റ്റീവ് ആണ് സോഷ്യൽ മീഡിയ? ഞാനധികം ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. അയ്യോ, അത് ഞാനധികം ആക്റ്റീവ് അല്ല. അപ്പോൾ പാട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട്, ഒരു മെസ്സേജ് അയക്കാറുണ്ട്, മോളൊരു പാട്ട് ചെയ്തിടൂ അങ്ങനെയൊക്കെ പറയാറുണ്ട്. കവർ സോങ്സ് ഒക്കെ. കവർ സോങ്സ് ആയിട്ട് ഞാൻ വളരെ കുറവാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ അല്ലാത്തപ്പോ ഹോബീസ് എന്തൊക്കെയാ? അപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണില്ല എന്ന് പറയുന്നില്ല. അപ്പം ഇപ്പൊ പാട്ട് കേൾക്കും കൊറേ. പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറൊന്നുമില്ല. അങ്ങനെ ഫുൾ ടൈം പാട്ട് കേൾക്കലാണ്. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഹിഡൻ ടാലന്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇപ്പം ഇങ്ങനെ ഇപ്പം എന്താ പറയാ, ഇൻഡിപെൻഡന്റ് ട്രാക്സ് ഒക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ, അതിലോട്ടൊക്കെ പോകാൻ താല്പര്യം, മീൻസ് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻഡിപെൻഡന്റ് ട്രാക്ക് പോലെയൊക്കെ. എനിക്കറിയില്ല അതെങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്, പോകെ അറിയുള്ളൂ. എത്തിയിട്ടൊന്നുമില്ല. അപ്പൊ ഇഷ്ടമായിരിക്കും എന്നാലും സ്വന്തമായിട്ട് മ്യൂസിക് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാ സംഭവങ്ങളും നടന്നുകൊണ്ട് പോണത്. സത്യം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ആവണം എന്നുള്ളതാണല്ലോ. അതെ, ഞാൻ നല്ല കാര്യമായിട്ട് പറഞ്ഞതല്ല, എൻ്റെ ഒരു ശീലം അങ്ങനെ പറഞ്ഞതാ. ഞാൻ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. ആക്റ്റീവ് ആവാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പം ഇപ്പൊ സിംഗർ അല്ലായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ഞാനൊരു സിംഗർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന കോഴ്സിന് പോകുമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷൻ എടുക്കുമായിരുന്നു എന്നുള്ള
എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ചെറുതാകുമ്പോൾ മുതലേ മ്യൂസിക് തന്നെ വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എനിക്ക് ഈ എക്സാമൊക്കെ വരുമ്പം ഞാൻ അതിൻ്റെ മേലെ കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാവും. ഈ പാട്ടിന് മേലെ ഞാൻ സമയം എടുക്കുന്നില്ലല്ലോ എന്ന് ടെൻഷനാവും. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു BA മ്യൂസിക് തന്നെ വേണം, പിന്നെ റിസർച്ചൊക്കെ ചെയ്ത് അങ്ങനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇഷ്ടത്തോടെ എടുത്തത്. അതെ. അപ്പം ഈ എക്സാം സമയത്ത് പാട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പൊ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നില്ല? കുറവാണ്. അപ്പോൾ എനിക്ക് ടെൻഷനാവും, അയ്യോ ഇത് ഞാനിപ്പോൾ ഇതിന് സമയം കണ്ടെത്താതെ വരുന്നുണ്ടോ. പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് എടുക്കാൻ സമയത്ത് പാട്ട് നമ്മൾ പതുക്കെ മാറ്റേണ്ടി വരും, അങ്ങനെ ടെൻഷൻ വന്നു. അപ്പം അങ്ങനെ എടുത്തതാ, ഇഷ്ടത്തോടെ ചെയ്തത്. ചിത്ര ചേച്ചിയും ഒരു ജഡ്ജിങ് പാനൽ ഉണ്ടായിരുന്നു. ചിത്ര ചേച്ചിനെ ഫസ്റ്റ് കണ്ട ഓർമ്മ ചോദിക്കുകയാണെങ്കിൽ? അത് സ്റ്റാർ സിംഗറിൽ വന്നിട്ടാണ് ഫസ്റ്റ് കാണുന്നത്. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്, ദൂരെ നിന്നൊന്ന് കണ്ടാൽ മതി ചിത്രാമ്മേനെ, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഓഡീഷൻ്റെ സമയത്ത് 2 ദിവസമായിരുന്നു ഓഡീഷൻ. അപ്പം എനിക്ക് 2ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ വന്നിരിക്കുമ്പോൾ ചിത്രാമ്മ ഒരു വയലറ്റ് സാരി എടുത്ത് ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന ഓർമ്മയുണ്ട്. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അപ്പം എനിക്ക് അടുത്തുനിന്നൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വലിയ ഫ്ലോറൊക്കെ ആയിരുന്നു. പിന്നെ ഷോ തുടങ്ങിയതിന് ശേഷം ആരോ പാടുന്നത് വരെ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടി. അപ്പോൾ അതിന് ചിത്രാമ്മ, അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ സ്റ്റാർ എന്ന് കിട്ടിയപ്പോൾ ചിത്രാമ്മ ഫ്ലോറിലേക്ക് കയറി വന്നു. അപ്പോഴാണ് ഞാൻ അടുത്തുനിന്ന് കാണുന്നത്. അത് വലിയൊരു ഇപ്പോഴും ഉണ്ട് ആ കണ്ട സമയവും എന്നെ വിളിച്ചതൊക്കെ എനിക്കിങ്ങനെ കേൾക്കാം. മറക്കാനാവാത്ത അനുഭവം നമ്മളെപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണ നിമിഷങ്ങള്. അതുപോലെ തന്നെ മോളുടെ പാട്ട് കേട്ടപ്പോ ചിത്രാമ്മ കരഞ്ഞ ഒരു സന്ദർഭം കൂടി ഉണ്ടായിരുന്നു. അയ്യോ, സത്യം പറഞ്ഞെങ്കിൽ ആ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് നമ്മൾ എല്ലാരും നമുക്ക് ആ ഇമോഷൻ നമുക്ക് കിട്ടിയിട്ട് നമ്മളും അതേ വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ചിത്രേച്ചിയുടെ ഒരു ചിരിച്ച മുഖമാണല്ലോ എല്ലാരും കാണുന്നത്. പെട്ടെന്ന് ഇപ്പൊ പല ആൾക്കാരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ തന്നെ ആ പ്രോഗ്രാം കാണുന്നത് തന്നെ ചിത്രേച്ചി അവിടെ ഒരു ജഡ്ജിങ് പാനലിൽ ഉള്ളതുകൊണ്ട് കൂടിയാണ്. ചിത്രേച്ചിയുടെ ആ ഒരു സംസാരവും ആ ചിരിയും പാട്ടും കറക്ഷൻസ് പറഞ്ഞൊക്കെ കേൾക്കാനും കൂടിയിട്ടാണ്. ആ ഒരു സമയത്ത് മോളുടെ ഒരു ഇതെന്തായിരുന്നു? കാരണം ചിത്ര ചേച്ചി കരഞ്ഞപ്പോ ഒരു കിട്ടിയൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായോ? വിഷമായി. ആ പാട്ട് തന്നെ ഒരു ഇത് തരുന്നുണ്ട്, ഒരു വിഷമം തരുന്നുണ്ടായിരുന്നു. പിന്നെ കണക്റ്റ് ആയി എന്ന് തോന്നി. നമ്മൾ പാടിക്കഴിഞ്ഞിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നവർക്ക് കണക്റ്റ് ആയി എന്ന് തോന്നുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം അതുണ്ടായിരുന്നു. അങ്ങനെ വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പാട്ട് പാടിയിട്ട് കണക്റ്റ് ആയിട്ടുള്ള വല്ല മെസ്സേജസ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടോ? അപ്പം ഈ നേരത്തെ പറഞ്ഞ വല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇപ്പൊ മോളുടെ പാട്ട് കേട്ടിട്ട് ഫീലായി കണക്റ്റായി എന്നൊക്കെ പറയണേ? അങ്ങനെ ഇഷ്ടപ്പെട്ടു, പാട്ട് കേട്ട് കരഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ട്. എല്ലാ മെസ്സേജസും നമുക്ക് സ്പെഷ്യൽ ആണല്ലോ. അതെ അതെ അതെ, ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു അനുമോൾ എന്നൊക്കെ പറയുമ്പോ തന്നെ വീട്ടിലെ ഒരു കുട്ടി, ഒരു അനിയത്തി കുട്ടി അല്ലെങ്കിൽ ഒരു മോള് എന്നുള്ള ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എല്ലാവരുടെ നിന്ന് കിട്ടാന്ന് പറയുമ്പോ. ഉറപ്പായിട്ടും എന്താ പറയാ, വയനാടും എനിക്ക് തോന്നുന്നു ആ നാട്ടുകാരും തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഈ പ്രോഗ്രാം സമയത്ത് അല്ലേ? ഒരുപാട്. ഈ ഹോം ടൂർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നാട്ടുകാരെല്ലാവരും വീട്ടിലേക്ക് വന്ന് വലിയൊരു ആഘോഷമായിട്ട് അവരത് നടത്തി. അല്ലാതെ തന്നെ നമ്മൾ പാട്ട് പാടുമ്പോഴും അത് അവരിങ്ങനെ അറിയിക്കുമ്പോഴും അവർക്ക് സ്വന്തം വീട്ടിലുള്ള മോളെ പോലെയാണ് കാണുന്നത്. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമാണ്. ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുക പറയുന്നത്. ഇപ്പൊ നമ്മള് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നാട്ടിൽ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ വെച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്തൊക്കെ പറഞ്ഞ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് കുറച്ച് കൂടുതൽ സ്പെഷ്യൽ ആയിരിക്കും. ഇപ്പൊ ഒരുപാട് സ്റ്റേജ് ഷോസ് നടത്തിയെന്നു പറഞ്ഞല്ലോ. അപ്പൊ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങളായിരിക്കും അവിടെ കിട്ടുക. ഫുഡിയാണോ? അതെ, ഞാൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മടുക്കാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ നാടൻ ഫുഡാണ്. ചോറ്, പരിപ്പ് കറി, അങ്ങനത്തെ സാധനം. ഞാനിപ്പോ പുറത്തൊക്കെ പോയി വരുമ്പോ ഇത് കിട്ടിയാൽ ഒരുപാട് സന്തോഷം. അതേപോലെ ഹോസ്റ്റലിലായിരുന്നു ഞാനിവിടെ. അപ്പൊ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോ അമ്മ ഇതുണ്ടാക്കി വെക്കാനാ പറയാ. ചോറ്, പരിപ്പ് കറി, ചീരത്തോരൻ. അതെ, ഇതൊക്കെയാ സന്തോഷം. അത് എല്ലാ ദിവസവും തന്നാലും കുഴപ്പമില്ല, ഹാപ്പി. എല്ലാം വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്.
വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇതിനി മടുക്കില്ല. ഈ നാടൻ ഫുഡ് എപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഈ സിനിമകളൊക്കെ കുറെ കാണാറുണ്ടോ? ഇപ്പം സിംഗർ എന്ന് പറയുമ്പോൾ സിനിമ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യണല്ലോ. അപ്പൊ അതിലത്തെ ഒരു പാട്ട് പഠിക്കണമെങ്കിൽ അതിലത്തെ ഇമോഷൻസ് ആ ക്യാരക്ടറായിട്ട് ഉള്ളൊരു അങ്ങനെ നോക്കാറുണ്ടോ? സിനിമ കാണാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പാട്ട് സിനിമ കണ്ടാൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് സിനിമ കാണാം. ഏത് പാട്ടാണോ പാടുന്നത് സിനിമ കാണാറുണ്ട്. ഈ പാട്ടിന്റെ ഇമോഷൻസും ഫീലും അതെങ്ങനെയാ കണക്ട് ചെയ്തിട്ട് പാടാൻ ശ്രമിക്കണത് എങ്ങനെയാണ്? ചിലവർ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കുറേ സിനിമ ഇരുന്ന് കാണും, ആ സിറ്റുവേഷൻ കാണും, ആ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മോളുടെ ഒരു ടൈപ്പ് ഓഫ് പഠിത്തം എങ്ങനെയാണ്? ചില പാട്ടുകൾക്ക് ഞാൻ അങ്ങനെ കാണും. പക്ഷെ എല്ലാ പാട്ടിനും ചില പാട്ട് വരികൾ വെച്ചിട്ട് ഇപ്പം ആ സിറ്റുവേഷൻ ആയിരിക്കില്ല എൻ്റെ മനസ്സിലുണ്ടാവുക. അപ്പം ഞാനായിട്ട് എനിക്ക് കണക്റ്റ് ആവുന്ന വേറെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ആ പാട്ടിനെ അപ്രോച്ച് ചെയ്യും. എന്നാൽ ചില പാട്ടുകൾക്ക് ഞാൻ സിനിമ ഇരുന്ന് കണ്ടിട്ട് തന്നെ ആയിരിക്കും പാടുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല, നമുക്ക് ഇമോഷണലി കുറച്ചുകൂടെ നല്ലതാണ്. ലിറിക്സ് എവിടെയെങ്കിലും തെറ്റിയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെ, സംഭവിച്ചിട്ടില്ല അങ്ങനെ. പക്ഷെ മറന്നു പോകുന്ന പേടിച്ച് പാടിയിട്ടൊക്കെ ഉണ്ട് ചില പാട്ടുകള്. ഒരു ഫാസ്റ്റ് ഹിന്ദി സോങ് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എഴുതി പഠിച്ച് പാടി നിന്ന് പോവോ അങ്ങനെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ഭാഗ്യത്തിന് പൊതുവെ സ്റ്റേജിൽ പാടുമ്പോ ടെൻഷൻ വരാറുണ്ടോ? ഓ ഉണ്ട്, ടെൻഷനൊക്കെ വരാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ അവിടെ നിൽക്കുമ്പോ എന്താണ് ചിത്രാമ്മ ഒക്കെ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ കോമ്പറ്റീഷന്റെ ടെൻഷനല്ല. അതായത് ഇങ്ങനെ ഇത്ര മാർക്ക് കിട്ടണം അങ്ങനത്തെ ടെൻഷനൊന്നുമല്ല. അല്ലാതെ ഒരു അനാവശ്യമായൊരു ടെൻഷൻ എനിക്ക്. വൃത്തിയായിട്ട് പാടണം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ. ഇങ്ങനെ ശരിയാവോ ആവോ എന്ന് ആലോചിച്ചിട്ട്. ഇപ്പൊ സിനിമ കാണുന്നു പറഞ്ഞു. ഇഷ്ടപ്പെട്ട നടനും നടിക്കാരാണ്? എനിക്ക് മമ്മൂക്ക ഭയങ്കര ഇഷ്ടമാണ്. ശോഭന ചേച്ചിനെ ഇഷ്ടം, ഉർവശി ചേച്ചി, രണ്ടുപേരും ഇഷ്ടം. ഒരുപാട് പേരെ എല്ലാരും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പടി മുന്നിൽ എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഇപ്പം ഈ ഫിനാൻഷ്യലി ഇപ്പം ലേഡീസ് എസ്പെഷ്യലി ഗേൾസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആവണമെന്ന് പറയുമല്ലോ. ഇപ്പം അധികം പേരും ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിലും ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിലും ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അപ്പം അതിനെ കുറിച്ച് മുള്ളൊരു അത് എനിക്ക് പെൺകുട്ടികളെന്ന് മാത്രമല്ല എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തം കാലിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം ഇപ്പോൾ വേറൊരാളില്ലാതായിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ അപ്പോൾ ആദ്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. കോസ്റ്റ്യൂംസ് നമ്മൾ തന്നെയാണ് എടുക്കാറ്. പിന്നെ നമുക്കില്ലെങ്കിൽ അവിടെ സ്റ്റാർ കോസ്റ്റ്യൂമർ ഉണ്ട്, അപ്പം ചേട്ടൻ തരും. അങ്ങനെയാണ്. പിന്നെ എനിക്ക് കുറേ പേര് ഗിഫ്റ്റൊക്കെ തരാറുണ്ട്. കോസ്റ്റ്യൂം അയച്ചൊക്കെ തരും. അടുത്ത എപ്പിസോഡിലേക്ക് ഇതിടുവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അത് വലിയൊരു സന്തോഷമാണ്. അങ്ങനെ കുറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിംഗും ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരിക്കും. ഞാൻ നന്ദയുടെ ഡ്രസ് ഇട്ടിട്ട് പാടിയിട്ടുണ്ട്. രാക്കിളിതൻ പാടിയപ്പോ നന്ദയുടെ. അങ്ങനെ അതൊരു നല്ല രസം. ഒരു ഷെയറിംഗ് ആൻഡ് കെയറിംഗ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിക്കാൻ പറ്റണം. ഈ ബോയ്സ് എങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മീൻസ് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത് പാട്ടിന് വേണ്ടി കൺട്രോൾ ചെയ്യല്ല. അല്ലാതെ ഞാൻ തണുത്തൊന്നും കഴിക്കാറില്ല. അത് വയനാട് അവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ പിടിക്കും. അപ്പൊ അങ്ങനെ പണ്ട് മുതലേ കഴിക്കാറില്ല. ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് കുറേ ആയി. ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ലാസ്റ്റ് കഴിച്ചത്. ഇല്ല അതിനോടുള്ള ഒരു ഇതൊന്നും പോയി, ഇഷ്ടവും പോയി. ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കഴിച്ചു തുടങ്ങും. ഉണ്ട്. ഓറഞ്ച് അങ്ങനെയൊക്കെ കഴിക്കുമ്പോ ബുദ്ധിമുട്ടാണ്. സെൻസിറ്റീവ് ആയിട്ട് നോക്കണം. അപ്പൊ പുറത്തു പോയ സമയത്ത് എന്താ, ന്യൂസിലാൻഡിലൊക്കെ പോയ സമയത്ത് അവിടെ തണുപ്പാണ്, നല്ല തണുപ്പായിരുന്നു പോയത്. പക്ഷെ അധികം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ വാട്ടർ എടുത്തിട്ട് അതെ ഞാൻ ഇതിന് ഇങ്ങനെ ശ്രദ്ധിക്കല്ല, അല്ലാതെ തന്നെ പണ്ടേ ശീലമാണ്.
തണുത്ത് കഴിക്കാതെ. വീട്ടിലൊക്കെ കുറവാ, എല്ലാവരും കഴിക്കൽ കുറവാ. അങ്ങനെ നല്ല കാര്യം. നമുക്ക് ഇനി റാപ്പിഡ് ഫയറിലോട്ട് ഓക്കേ. പോകാം. ഈ എന്താ പറയാ, ഉറങ്ങുമ്പോഴും പാടാൻ പറ്റുന്ന പാട്ട്, നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴും നമുക്ക് പാടുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് പാടാൻ തോന്നുന്ന ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ടില്ല, എന്നാലും ഒരു പാട്ട് പറയാം. കവിളത്തെ കണ്ണീർ കണ്ടു, എനിക്ക് ഇഷ്ടമല്ല. പാടണം. എന്നോട് കഥകൾ കേൾക്കുമ്പോൾ നിൻ കണ്ണുകൾ നനയുകയാണോ? എന്നോട് കഥകൾ കേൾക്കുമ്പോൾ നിൻ കണ്ണുകൾ നനയുകയാണോ? നിന്നുടെ സുന്ദര രാജധാനിയിൽ എന്നെ വിളിക്കുകയാണോ? നിന്നുടെ സുന്ദര രാജധാനിയിൽ എന്നെ വിളിക്കുകയാണോ? നീ എന്നെ വിളിക്കുകയാണോ? കവിളത്തെ കണ്ണീർ കണ്ടു, മണിമുത്താണെന്നു കരുതി വിലപേശാനോടെ വന്ന വഴിയാത്രക്കാരാ, വഴിയാത്രക്കാരാ. അടിപൊളി. പിന്നെ മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ ആണോ? രാവിലെ കിടന്നുറങ്ങാനാണോ ഇഷ്ടം? രാത്രി കുറേ നേരം ഇരിക്കാനാണോ? നൈറ്റ് പേഴ്സൺ ആണ്. പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പാട്ട് കേൾക്കാൻ എനിക്ക് സുഖം രാത്രിയിലാണ്, പഠിക്കാനും കേൾക്കാനും ഒക്കെ. ഞാൻ രാത്രി കുറെ ഇരുന്നു, അങ്ങനെയുള്ള ആളാ. ടീ ഓർ കോഫി? കോഫി. കോഫിയുടെ ആളാണ്. പിന്നെ കംഫർട്ട് ഫുഡ് ആഫ്റ്റർ ഒരു സ്ട്രെസ്ഫുൾ ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിലാക്സ് ആവണ ഫുഡ് നാടൻ ഫുഡ്. നാടൻ ഫുഡ്. സ്നാക്സിലോ? പരിപ്പുവട. പരിപ്പുവട ഇഷ്ടമാണ്. വയനാട് സ്പെഷ്യൽ എന്താ ഫുഡ്? വയനാട് ഇങ്ങനെ ടയർ പത്തൽ അങ്ങനെ പറയണ കേൾക്കാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കേട്ടിട്ടുള്ളൂ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുമ്പോ. അപ്പൊ എനിക്ക് ഇത് ഓർമ്മ വരും, എല്ലാരും ചോദിക്കാറുണ്ട് അത് കഴിച്ചിട്ടുണ്ടോ, അവിടുത്തെ സ്പെഷ്യൽ അല്ലേ. ഞാൻ ഇതുവരെ കഴിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. ഇല്ല. ഇത് കണ്ടിട്ട് ആരെങ്കിലും കൊണ്ടുതരും. ഏതെങ്കിലും ഒരു സിംഗറിന്റെ അടുത്ത് കൊളാബ് ചെയ്ത് പാടണമെങ്കിൽ അതാരായിരിക്കും? അങ്ങനെ വലിയ സിംഗേഴ്സ് ആണ് ഞാൻ പറയാൻ. സ്വപ്നം കാണുന്നതല്ലേ, നമുക്കത് ഡ്രീം കം ട്രൂ ആയാൽ കൊളാബ് പാടാൻ വേണ്ടിട്ടല്ലേ? പാടാൻ ശ്വേത മോഹൻ, അവരെ കൂടെ പാടാൻ എനിക്ക് ഇഷ്ടമാണ്. നടക്കട്ടെ. പിന്നെ ഒരു ഇപ്പൊ ഈ കറണ്ട് മൂഡിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഇതായിരിക്കും പാടുക. ഈ അവസ്ഥ ഓഫ് സ്ക്രീൻ അവസ്ഥയിൽ പാടുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന ഓഫ് സ്ക്രീൻ ആയിരുന്നു, ക്യാമറ ഓഫ് ചെയ്തിട്ടായിരുന്നു. ഇപ്പത്തെ ഒരു മൂഡില് പാടാൻ പറ്റിയ പാട് സുഖമാണ്. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. ഓക്കെ, ഈ മൂഡിന് പറ്റിയ പാട്ടല്ലേ? മൂഡിന് പറ്റിയ പാട്ടാ. പിന്നെ ഒരു വൺ വേർഡ്, ഇപ്പൊ ഒരു ഫ്രണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ മോളെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വൺ വേർഡ് എന്താ? എന്നെ പറ്റിയാണോ? എന്നെ പറ്റി എന്താ പറയാ ചേച്ചി പറയൂ. എന്നെ പറ്റി ഭയങ്കര എന്താ പറയാ, നല്ലൊരു കുട്ടി. താങ്ക് യു. ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ഒരു വൺ വേർഡ് ആണെങ്കിൽ മോൾ എന്തായിരിക്കും പറയാൻ? അതിന് ആ കുട്ടീനെ കുറിച്ച് ഓർത്ത് പറഞ്ഞോളൂ. ഞാൻ കുട്ടീനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, വരുന്നില്ല. ബ്ലാങ്കായി. എന്താ പറയാ, അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഫ്രണ്ട്സ് ഒരുപാടുണ്ടോ? ഫ്രണ്ട്സിന്റെ ആളാണോ? അതെ, ഇനി ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേരില്ല, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേരുണ്ട്. അത് ഞാനിങ്ങനെ അതിനുവേണ്ടി എഫേർട്ടൊന്നും ഇല്ല, പക്ഷെ അതങ്ങനെ പോകും. നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്ക് സംസാരിക്കണം എന്ന് വേണ്ടല്ലോ. ഞാൻ അങ്ങനെ അധികം പുറത്തും കുറവുള്ള ഒരാളാണ്. അപ്പൊ കംഫർട്ടബിൾ ആയാൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ
അത്യാവശ്യം നല്ലോണം സംസാരിക്കും. ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്സ് ആണ്, ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്, ക്വാളിറ്റി ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ആണ് ഉള്ളത് അല്ലേ? അവര് കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്, എല്ലാത്തിലും എപ്പോഴും വിളിക്കാം, എല്ലാ കാര്യവും പറയാം, അങ്ങനത്തെ ഫ്രണ്ട്സ് ആണ്. അങ്ങനത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, വാട്സ്ആപ്പിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. കുഴപ്പമില്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ല, അല്ലാതെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിലൊന്നും ഞാൻ ആക്റ്റീവ് അല്ല. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ആവശ്യം എനിക്ക് അവരെ വിളിക്കാം, പിന്നെ എല്ലാ കാര്യവും അവരുടെ അടുത്ത് ഷെയർ ചെയ്യാം, ജഡ്ജ് ചെയ്യും, അങ്ങനെ ടെൻഷനൊന്നുമില്ല. നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആണ് അവിടെ. കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ച് പറയൂ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ അച്ഛമ്മ ഉണ്ട്. അച്ഛമ്മ? അനിയത്തി ഇപ്പൊ +2 പഠിക്കണു. അവള് പാട്ട് പഠിക്കുന്നുണ്ട്. അനിയത്ര ഞാൻ കേട്ടിട്ടുണ്ട് ഇൻസ്റ്റയില്, നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും സെക്ഷനൊക്കെ. അവള് പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അമ്മയൊക്കെ കൂടുതൽ എന്റെ കൂടെ ആയിരിക്കുമല്ലോ. അപ്പൊ അവള് കാര്യങ്ങളില് എന്റെ കൂടെയാണ് കൊറേ സമയം ഉണ്ടാവാറ്. അപ്പൊ അവളത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മ്യൂസിക്കിലോട്ടാണോ? ഇല്ല, അവൾക്ക് IAS ആവണം, അങ്ങനെയാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ പോകുന്നു. മ്യൂസിക് പ്രൊഫഷനാക്കി എടുക്കാനൊരു എങ്ങനെ മ്യൂസിക് പ്രൊഫഷനാക്കി അനിയത്തി IASന്റെ ആളാണ്, അപ്പൊ പഠിപ്പിസ്റ്റാണ്. അച്ഛമ്മ പാട്ട് പാടുവോ? അച്ഛനൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ പാടല്ല, പക്ഷെ നാടകങ്ങൾക്കൊക്കെ പണ്ട് അവിടെ നടന്ന നാടകങ്ങൾക്കൊക്കെ പാടുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അച്ഛനും കുറച്ചൊക്കെ പാടും. അമ്മക്ക് പെട്ടെന്ന് മനസ്സിലാവും തെറ്റിയാലൊക്കെ. അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യും നന്നായിട്ട്. അവരവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ കൂടെ, എന്റെ അനിയത്തിന്റെ ഒക്കെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും വരും. അപ്പൊ അത് വലിയൊരു ഭാഗ്യല്ലേ. അതെ, പിന്നെ അതാണല്ലോ വേണ്ടത്. അതെ, വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ടല്ലേ. സത്യം. ഇപ്പൊ ലൈഫിൽ ഇത്രയും ഒരുപാട് നല്ല നല്ല മൊമെന്റ്സും ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നല്ലോ. ഇതൊക്കെ ലൈഫിൽ സ്വപ്നം എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒന്നും. ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം ചിത്രാമ്മനെ കാണുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതൊന്നും ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ അങ്ങനെ അതിന്റെ വഴിയിലൂടെ ഇങ്ങനെ വന്നതാണ്. അതെ അതെ, ഭയങ്കര വലിയൊരു ബ്ലെസ്ഡ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സത്യമായിട്ടും. ഫ്യൂച്ചർ പ്രൊജക്ട്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്യണം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? അതായത് ഇപ്പൊ എനിക്ക് മെലഡി പാട്ടിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കുറച്ച് പാട്ടുകൾ വെച്ചിട്ട് ഒരു ചെറിയൊരു ബാൻഡ് പോലെ തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ അതൊന്നും ആയിട്ടില്ല, ഇങ്ങനെ ആലോചിച്ച് തുടങ്ങുന്നുള്ളൂ. കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് അത് ഇഷ്ടപ്പെടുന്ന ഞാൻ കോമൺസ് ലൈവ് ചെയ്തിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായി, പാടുന്ന സമയത്ത് ഒത്തിരി സന്തോഷമായി. അങ്ങനത്തെ കുറച്ച് പേര് കാണാനുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ചെറിയ ക്രൗഡ്, അപ്പോൾ അവരോട് ഇന്ററാക്ട് ചെയ്ത് അങ്ങനെ ഒരു സംസാരിച്ച് പാടുക എന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. അതിന്റെ പണിപ്പുരയിലാണ് തുടങ്ങുന്നുള്ളൂ. അങ്ങനെ അത് വേഗം നടക്കട്ടെ. ആഗ്രഹിച്ച കാര്യല്ലേ, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി നടക്കട്ടെ. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഫൺ ടോക്ക് ആയിരുന്നു. ക്യാമറയ്ക്ക് ഉള്ളിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇനി എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. വലിയൊരു പ്ലേ ബാക്ക് സിംഗർ ആകട്ടെ, ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം ദൈവം തരട്ടെ. താങ്ക് യു.